അയോധ്യയിലെ പോലെ ഗുജറാത്തിലും നരേന്ദ്രമോദിയെയും മറ്റു BJP നേതാക്കളെയും തങ്ങൾ ഒരുമിച്ച് തോൽപ്പിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അയോധ്യയിൽ BJP തോൽക്കാനുള്ള കാരണങ്ങളും രാഹുൽ നിരത്തി. അയോധ്യയിലെ ജനങ്ങൾക്ക് വിമാനത്താവളം നിർമ്മിച്ചപ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് തങ്ങളെ ആരും ക്ഷണിക്കാത്തതിൽ അവർ അസന്തുഷ്ടരായിരുന്നു. അയോധ്യ കേന്ദ്രമാക്കി LK അദ്വാനി തുടങ്ങിവെച്ച രാമജന്മഭൂമി പ്രസ്ഥാനത്തെ അയോധ്യയിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയോധ്യയിൽ നിന്ന് മത്സരിക്കാൻ താൽപര്യം ഉണ്ടായിരുന്നെങ്കിലും ഉപദേഷ്ടാക്കൾ വിലക്കി. അവിടെ മത്സരിച്ചാൽ മോദി തോൽക്കുമെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. രാമക്ഷേത്ര നിർമ്മാണത്തിന് അയോധ്യവാസികളിൽ നിന്ന് ധാരാളം ഭൂമി ഏറ്റെടുത്തിരുന്നു. മോദി സർക്കാർ വേണ്ട രീതിയിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകിയില്ല. രണ്ടാമതായി, കർഷകരുടെ ഭൂമിയിൽ വിമാനത്താവളം പണിതിട്ടും വേണ്ട രീതിയിൽ നഷ്ടപരിഹാരം നൽകിയില്ല. മൂന്നാമതായി, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അയോധ്യ നിവാസികളെ ആരും ക്ഷണിച്ചില്ല. ഇക്കാരണം കൊണ്ടാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ഇന്ത്യ സഖ്യം വിജയിച്ചത്. അയോധ്യയിലെ ചടങ്ങിൽ അദാനിയെയും അംബാനിയെയും കണ്ടു. എന്നാൽ ഒരു പാവപ്പെട്ടവനെ പോലും കാണാൻ കഴിഞ്ഞില്ല, രാഹുൽ പറഞ്ഞു. നമ്മുടെ ഓഫീസ് അവർ തകർത്തതുപോലെ ഗുജറാത്തിലെ സർക്കാരിനെ നമ്മൾ തകർക്കാൻ പോകുകയാണ്. പക്ഷെ ഗുജറാത്തിലെ കോൺഗ്രസിൽ പോരായ്മകളുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് എതിരെ ശരിയായ രീതിയിൽ കോൺഗ്രസ് മത്സരിച്ചില്ല. 2017 നമ്മൾ 3.5 മാസത്തോളം കഠിനാധ്വാനം ചെയ്തതിന് നല്ല ഫലം കിട്ടി. ഇനി നമ്മുടെ മുന്നിൽ 3 വർഷമുണ്ട്. 30 വർഷത്തിനു ശേഷം നമ്മൾ ഗുജറാത്തിൽ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്, രാഹുൽ പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.